ഇന്നൊരു പ്ലാന്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഓൺലൈനായിട്ട് ഞാൻ 2-3 ബൊഗൈൻവില്ല പ്ലാന്റ്സ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ അത് പോട്ടിൽ സെറ്റ് ചെയ്യണതും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അപ്ഡേഷനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല ഹെൽത്തി പ്ലാന്റും ആണ് കേട്ടോ. ഫ്ലവേഴ്സൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ഇത് ഫ്ലെയിം റെഡാണ്. ഇനി അടുത്തതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്ലാന്റ് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. ഇതും നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. നല്ല ബുഷി പ്ലാന്റാണ്. ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പ്ലാന്റൊക്കെ. ഇനി ഈ പ്ലാന്റൊക്കെ വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണ്, മണൽ, കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഊമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കമ്പോസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഊമിയൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ കുറേ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടെ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊമി നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കാം. പിന്നെ വേറെ വളങ്ങളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമ്മളെ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് പോട്ടിൻ്റെ സൈസും നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പ്ലാന്റൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്കൊരു 10 ദിവസമൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ ചെറുതായി തെളിർപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമല്ലോ. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മളെ ഫ്ലെയിം റെഡിനെയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടോ. ഈ പോട്ടൊക്കെ എൻ്റെ കയ്യിലുള്ള പോട്ടാണ്, ഹാങ്ങിങ് പോട്ടാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഹാങ് ചെയ്ത് വന്നാലും ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം എന്താണെന്നറിയോ, കുറേ പേര് പറയലുണ്ട് ഈ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ വാങ്ങിച്ചിട്ട് വേഗം നശിച്ചു പോയി, വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ വേറെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തപ്പോൾ വേഗം നശിച്ചു പോയി എന്ന്. അപ്പോൾ വേഗം ഫ്ലവർ ചെയ്യട്ടെ, വേഗം വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ വളങ്ങളൊന്നും കൊടുത്തിട്ട് വെക്കണ്ട. ഇതേപോലെ നമ്മൾ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വളമൊക്കെ ഇങ്ങനെ കൊടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നല്ല വെയിലുള്ളതല്ല, അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ നല്ല ഷെയ്ഡിൽ മാറ്റി വെക്കുക. എന്നിട്ട് നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെ വെച്ച് കൊടുത്താൽ വേഗം തന്നെ നല്ല പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ ചെയ്ത് വന്നോളും. ഇനിയിപ്പോൾ നമ്മളെ ഈ പ്ലാന്റ്സൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറും ബഡ്സൊക്കെ നിറയെ വന്നിട്ടുണ്ട്. ഫ്ലെയിം റെഡിൽ ഒരു ഫ്ലവർ പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങുമ്പം. ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലേവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഹവായ് വൈറ്റ് നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതിലും പുതിയ ബഡ്സും ഫ്ലവേഴ്സൊക്കെ നിറയെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ലൈലാക് ഫെർമൂസ. അതിൽ ഫ്ലവേഴ്സൊന്നും വന്നിട്ടില്ല, എന്നാലും പുതിയ തെളിർപ്പുകളൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.